ഇത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി രുചിയിൽ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇതുപോലെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് തിക്നെസ്സിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ചെറിയൊരു സ്പൂണ് പെരുംജീരകപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പുളി രസം ഇഷ്ടമാണെങ്കിൽ അരമുറി നാരങ്ങ നീര് ചേർക്കാം. എന്നിട്ട് നമുക്ക് 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങയിലേക്ക് ഒരു മസാല നന്നായിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ വഴുതനങ്ങ പീസ് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അതിന് മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വഴുതനങ്ങ അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.